ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മാമാങ്കത്തിലെ പ്രധാനപ്പെട്ട 2 സ്മാരകങ്ങൾ കണ്ടിരുന്നു. അതിൽപ്പെട്ട മറ്റു 2 സ്മാരകങ്ങൾ കൂടി കാണാനാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് മരുന്നറ എന്ന് പറയപ്പെടുന്ന ഒരു വലിയ ചെങ്കൽ പാറയിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഗുഹയും അതിനകത്ത് നിർമ്മിക്കപ്പെട്ട അറകളും കാണാനാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യകരങ്ങളാൽ നിർമ്മിക്കപ്പെട്ട ഈ ഗുഹയാണ് മരുന്നറ എന്ന് അറിയപ്പെടുന്നത്. ഈ മരുന്നറയെ പറ്റി പല രൂപത്തിലുള്ള ഐതിഹ്യങ്ങളും ഉണ്ട്. മാമാങ്കത്തിൽ ചാവേറുകളുമായി ഏറ്റുമുട്ടുന്ന പടയാളികൾക്ക് പരിക്ക് പറ്റുമ്പോൾ അവരെ ചികിത്സിക്കാനുള്ള മരുന്ന് സൂക്ഷിച്ചിരുന്ന അറയാണിതെന്ന് പറയപ്പെടുന്നു. അതല്ല, ഇത് മാമാങ്കത്തിനുള്ള വെടിമരുന്നുകളും മറ്റും സൂക്ഷിച്ചിരുന്ന അറയാണിതെന്നും പറയപ്പെടുന്നുണ്ട്. രാജാവുമായി ബന്ധപ്പെട്ട അപൂർവ വസ്തുക്കൾ സൂക്ഷിക്കാൻ നിർമ്മിച്ചതാണെന്നും അഭിപ്രായമുണ്ട്. ഏതായാലും ഈ സ്ഥലങ്ങളൊക്കെ വളരെ നിഗൂഢതകൾ നിറഞ്ഞ സ്ഥലങ്ങൾ തന്നെയാണെന്ന് അവിടെ പോയി കാണുമ്പോൾ മനസ്സിലാക്കും. തിരുനാവായയിൽ നിന്ന് 3 കിലോമീറ്റർ ചുറ്റളവിലാണ് മാമാങ്കത്തിലെ ഈ സ്മാരകങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നത്. മാമാങ്കത്തിൻ്റെ ചരിത്രം എന്താണെന്ന് കഴിഞ്ഞ വീഡിയോയിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ വിവരിച്ചിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ അതൊന്ന് പോയി കാണുക, എന്നാലേ കുറച്ചുകൂടി വ്യക്തത കിട്ടൂ. നമ്മളിപ്പോൾ മരുന്നറയിലേക്ക് എത്താറായിട്ടുണ്ട്. ഇതാണ് മരുന്നറയിലേക്കുള്ള വഴി. കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറി ചെന്നാൽ ഈ കാണുന്ന പാറക്കടിയിലാണ് മരുന്നറ സ്ഥിതി ചെയ്യുന്നത്. അതിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. വളരെ ഇടുങ്ങിയ വഴിയാണ്. ഒരാൾക്ക് കഷ്ടിച്ച് കടന്നു പോകാൻ കഴിയുള്ളൂ. തല കുനിച്ച് വേണം കടന്നു പോകണമെങ്കിൽ. ഈ കാണുന്നത് ആ പാറക്ക് മുകളിലുള്ള സ്ഥലമാണ്. ഇവിടെ കുറച്ച് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആളുകൾക്ക് വിശ്രമിക്കാനാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ഗുഹയുടെ മുകൾ ഭാഗത്താണ് നിൽക്കുന്നത്. ഇതിൻ്റെ അടിയിലാണ് ഗുഹയുള്ളത്. നമുക്കിനി ഗുഹയിലൊന്ന് പോയി നോക്കാം.
ഇനി നമ്മൾ പോകുന്നത് ചങ്ങമ്പള്ളി കളരി കാണാനാണ്. മാമാങ്കത്തിനുള്ള ആളുകളെ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയും മാമാങ്കത്തിൽ പരിക്ക് പറ്റുന്നവരെ പരിചരിക്കുന്നതിന് വേണ്ടിയുമൊക്കെയാണ് കളരി പ്രവർത്തിച്ചിരുന്നത്. 12 വർഷം കൂടുമ്പോൾ നിളാതീരത്ത് കൊണ്ടാടിയിരുന്ന മാമാങ്ക മഹോത്സവത്തിൻ്റെ എല്ലാ അധികാരങ്ങളും നേടിയെടുത്ത സാമൂതിരി കർണാടകത്തിലെ ഹൂബ്ലിയിലെ ചങ്ങമ്പള്ളിയിൽ നിന്നും 4 തുളു ബ്രാഹ്മണരെ തിരുനാവായിലേക്ക് കൊണ്ടുവരികയാണ് ഉണ്ടായത്. ഈ തുളു ബ്രാഹ്മണർക്ക് 2.5 ഏക്കറോളം സ്ഥലം സാമൂതിരി ഇഷ്ടദാനമായി നൽകുകയും ചെയ്തു. ആയോധനകളിലും വൈദ്യത്തിലും നല്ല സുപരിചിതരായ ഈ തുളു ബ്രാഹ്മണർ ഈ കളരിത്തറ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്തു. കാലങ്ങൾക്ക് ശേഷം നടന്ന പടയോട്ടങ്ങളും ചേരിപ്പോരുകളും ഈ ബ്രാഹ്മണരുടെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്യുകയുണ്ടായി. 1755 മാമാങ്ക അവസാനത്തോടുകൂടി ഈ ബ്രാഹ്മണരുടെ ശക്തി മലബാറിൽ ക്ഷയിക്കുവാൻ ആരംഭിച്ചു. അവസാനം ബ്രാഹ്മണ്യത്തെ ഉപേക്ഷിച്ച് ഇവർ ഇസ്ലാം മതത്തെ സ്വീകരിക്കുകയുമാണ് ചെയ്തത്.
അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.